ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മോളെ. അവനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് നീ തയ്യാറാവണം. നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ഉടനെ സംഭവിക്കാൻ പോകുന്ന യാഥാർത്ഥ്യത്തിന്റെ മുന്നോടിയാണ് ആ സ്വപ്നം. കോവിലകത്തെ ജീവിതം ഇനി അധിക നാൾ സുരക്ഷിതമാവില്ല എന്ന മുന്നറിയിപ്പാണോ ദേവി സ്വപ്നത്തിലൂടെ കാണിച്ചത്? എങ്കിലും ഉടനെ ഇവിടം വിട്ടു പോണം, മറ്റെങ്ങോട്ടെങ്കിലും പോണം. ഹരിത പിണങ്ങിപ്പോയിട്ട് വിവരമൊന്നുമില്ലല്ലോ മാധവേട്ട. അവൾക്ക് ഇങ്ങോട്ട് വരാൻ ഭാവമില്ലെന്ന് തോന്നുന്നു. മുമ്പ് അവൾ പിണങ്ങിപ്പോയിട്ടുള്ളതല്ലേ? അപ്പച്ചിയായ ആനന്ദവലിയിൽ നിന്നും ശരിക്കും പണി കിട്ടിയപ്പോ പിണക്കമൊക്കെ മറന്ന് ഇങ്ങ് മടങ്ങി വന്നില്ലേ? ജഗൻ വീട്ടിലുണ്ടല്ലോ. ജഗൻ തന്നെ പിണക്കമൊക്കെ തീർത്ത് ഹരിത ഇങ്ങോട്ട് അയച്ചോളും. എന്തൊക്കെയായാലും ഹരിത പോയപ്പോ അതിൻ്റെതായ ഒരു മൂകത അറിയാനുണ്ട്. പാവ ഹരിത. ഒരു വിധത്തെ നോക്കിയ അവളും കുഴപ്പക്കാരിയൊന്നും അല്ല മാധവേട്ട. അതുകൊണ്ടല്ലേ അപ്പച്ചിയായ ആനന്ദവല്ലി മറ്റൊരു വിവാഹ ബന്ധത്തിൽ കൊടുക്കാൻ ശ്രമിച്ചിട്ടും അതൊക്കെ ഉപേക്ഷിച്ചിട്ട് അവൾ ഇങ്ങോട്ട് വന്നത്. മനോജിനെ കുറിച്ച് പലപ്പോഴും അവൾ നികൃഷ്ടമായി സംസാരിക്കാറുണ്ട്. എന്നാലും ഹരിതയ്ക്ക് അവനെ ജീവനാണ് ചന്ദ്രു. അതെനിക്കും അറിയാം. കുഞ്ഞു നഷ്ടപ്പെട്ടപ്പോ വർഷമോള് പോയി. ഹരിതയും ആ ഒരു അവസ്ഥ കടന്നുപോയവളാ. അതുകൊണ്ട് അവൾക്ക് വേണ്ട പരിഗണന കൊടുക്കണം മാധവേട്ട. അതെ, കുഞ്ഞു നഷ്ടപ്പെട്ട ഹരിതയ്ക്ക് വർഷമോളുടെ പരിഗണന തന്നെ നമ്മൾ കൊടുക്കണം. അമ്മേ, എന്താ മോനെ ബിഗ് ഷോപ്പിലൊക്കെ ആയിട്ട്? അച്ഛനമ്മയ്ക്കും വേണ്ടി വാങ്ങിയ കുറച്ച് ആയുർവേദ മരുന്നുകളാ. ഒരു പ്രായം കടന്നവരുടെ ആരോഗ്യ പരിപാലനത്തിന് വളരെ നല്ലതാ. ഉള്ളിൽ കഴിക്കാനുള്ള തെങ്ങിൻ പൂക്കുല രസായനം തൊട്ട് പുറമേ പുരട്ടാനുള്ള ദന്നന്തരം കുഴമ്പ് വരെയുണ്ട്. പിന്നെ തലയിൽ തിരുമാനുള്ള രാസനാദിപ്പൊടി, ചുമ ശമിക്കാനുള്ള പത്രാദി ചൂർണമുണ്ട്. എന്റെ സുഹൃത്തായ ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം വാങ്ങിയതാ. എന്തിനാടാ ഇതൊക്കെ വാങ്ങിയത്? വലിയ വിലയായി കാണുമല്ലോ. ഏയ്, കൂടുതലൊന്നും ആയില്ല അച്ഛാ. ഒരു 2500 രൂപ അത്രേ ഉള്ളൂ. അത്രയും വലിയ തുക മുടക്കി ഇതൊക്കെ വാങ്ങേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? കാര്യമൊക്കെ ഉണ്ട്. വയസ്സുകാലത്ത് ഈ മരുന്നുകളൊക്കെ നമുക്ക് ഗുണം ചെയ്യും മാധവേട്ട. വൈകിയാണെങ്കിലും നമ്മുടെ മൂത്ത മോന് തോന്നിയ തന്തയുടെയും തള്ളയുടെയും ആരോഗ്യ സംരക്ഷണ ചിന്ത മുൻജന്മ സുഹൃതം തന്നെയാ. ചന്ദ്രു പറഞ്ഞതുപോലെ ഇതൊക്കെ നിന്റെ പണം കൊണ്ട് അനുഭവിക്കാൻ കഴിയുന്നത് മുജ്ജന്മ പുണ്യം തന്നെയാണ്. ഒരു കാര്യം ചെയ്യാം, നീ തന്ന പണം ചെലവാക്കാതെ അതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. 10,000-2000 രൂപയൊക്കെ ആയതല്ലേ? ആ പണം അങ്ങ് തിരിച്ചു തന്നേക്കാം. ആവശ്യമുള്ളപ്പോ ചോദിച്ചോളാം. അത് വേണ്ട, ആ പണം അച്ഛന്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ. ഇനി എന്താവശ്യമുണ്ടെങ്കിലും പറയാൻ മടിക്കണ്ട. അമ്മേ, ഈ മരുന്നെടുത്ത് സൂക്ഷിച്ചു വെക്കി കേട്ടോ. മരുന്ന് കഴിക്കേണ്ട സമയവും ക്രമമൊക്കെ ഈ കുറിപ്പടിയിലുണ്ടാവും. ഇതാ, ബലികർമ്മം നടത്തിയതുകൊണ്ട് വിക്രം പിടങ്ങിടക്കല്ലേ. അയാളെ സന്തോഷിപ്പിക്കാൻ ഒരു വഴിയുണ്ട്. ഈ മരുന്നെടുത്ത് കാണിച്ചാ മതി. അതുകൊണ്ടെന്താ? ഈ മരുന്നെല്ലാം വിക്രം ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടേതാ. അങ്ങനെ അച്ഛനമ്മമാരുടെ ആരോഗ്യ സംരക്ഷണത്തിന് മാത്രമല്ല, മരുമകന്റെ മുഖം തെളിയാനും
ഈ ഔഷധങ്ങളൊക്കെ അത്യുത്തമ. പ്രകാശൻ നമ്മൾ വിചാരിച്ച പോലെ അല്ലല്ലോ ചന്ദ്രു. തെളിഞ്ഞു നിന്നാ നല്ല കഴിവും കാര്യപ്രാപ്തിയും ഉള്ളവനാ. എന്നാലും ഈ മനസ്സുമാറ്റത്തിന് പിന്നിൽ എന്തോ ഒരു പന്തികേടില്ലേ എന്ന് സംശയം ഇപ്പോഴും ബാക്കി നിൽക്കുന്നു. ഓ പിന്നെ പന്തികേടൊന്നുമില്ല. അഥവാ ഉണ്ടെങ്കിലും നമ്മുടെ മോനല്ലേ, നമുക്കതങ്ങ് ക്ഷമിച്ചു കളയാം. ഉം. എച്ചിൽപാത്രം ഇങ്ങനെ വലിച്ചെറിഞ്ഞിട്ട് പോയാ പോരാ, കഴുകി വെക്കണം. നീ ഇവിടെ വാടകയ്ക്ക് താമസിക്കുന്ന സുപ്പീരിയർ ഓഫീസർ ഒന്നും അല്ലല്ലോ. അവനവൻ കഴിക്കുന്ന പാത്രത്തിലെ എച്ചില് അവനവൻ തന്നെ കഴുകി വെക്കണം. ഇവളെന്റെ ഭാര്യ, നിന്റെ ഏട്ടത്തിയമ്മ. ആ ബഹുമാനം ഊണിലും ഉറക്കത്തിലും മനസ്സിലുണ്ടാവണം. നീ എന്താ മോളെ ആലോചിക്കുന്നേ? മനോജിന്റെ വീട്ടിൽ നിന്ന് മടങ്ങിപ്പോകുന്നത് മണ്ടത്തരമായി പോയി എന്നാണോ ചിന്തിക്കുന്നത്? നിന്റെ നല്ല സമയത്താ മോളെ നിനക്കങ്ങനെ തോന്നിയത്. കാശിന് പോക്കില്ലാത്ത കഴുപ്പണം കെട്ട ഒരു ജന്തുവാ മനോജ്. കരുണാകരക്കുറുപ്പിന്റെ മകളുടെ ഭർത്താവാകാനുള്ള യോഗ്യത 7 ജന്മം ജനിച്ചാലും അവനുണ്ടാകാൻ പോകുന്നില്ല. മധുപ്പതിക്കാൻ മാത്രം പിറന്ന ഒരു പാഴ്ജന്മം. അവന്റെ ഭാര്യ ആയിരിക്കുന്നിടത്തോളം കാലം ജീവിതത്തിൽ ഒരു പുരോഗതിയും നീ പ്രതീക്ഷിക്കണ്ട. സർവനാശമാണ് ഫലം. നിനക്ക് രക്ഷപ്പെടാൻ ഒരേ ഒരു വഴിയേ ഉള്ളൂ മോളെ. അവനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് നീ തയ്യാറാവണം. നീ എന്താ ഇങ്ങനെ തുറച്ചു നോക്കുന്നേ? ദേ, സമയമൊന്നും വൈകിട്ടില്ല. മനോജന് സ്വന്തം എന്ന് പറയാൻ ഒരു കുഞ്ഞു പോലും ജനിച്ചിട്ടില്ല. ആ സ്ഥിതിക്ക് ഒരു ബാധ്യതയും നിനക്ക് അവനോടില്ല, അവന് നിന്നോടുമില്ല. ആ സ്ഥിതിക്ക് നിന്റെ അന്തസ്സിനും പദവിക്കും ചേർന്ന ഒരു പയ്യനെ കണ്ടെത്താൻ ഒരു പ്രയാസവും ഇല്ല. മതി, ഒന്ന് നിർത്തോ? അപ്പച്ചി എനിക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യന്റെ കഥയൊന്നും ഞാൻ മറന്നിട്ടില്ല. വിവാഹം തൊഴിലാക്കിയ ഒരു ആഭാസന്റെ തലയിൽ എന്നെ കെട്ടിയേൽപ്പിക്കാൻ മുതിർന്നതല്ലേ അപ്പച്ചി? തക്ക സമയത്ത് ACP വന്നതുകൊണ്ട് ചതിയിൽ പെടാതെ ഞാൻ രക്ഷപ്പെട്ടു. വീണ്ടും അങ്ങനൊരു ബന്ധത്തിനാണോ നിങ്ങൾ കരുക്കൾ നീക്കുന്നേ? അത് പിന്നെ എന്റെ കൂട്ടുകാരി ഭാനുമതി ചതിച്ചതുകൊണ്ടല്ലേ അന്ന് അങ്ങനെയൊക്കെ സംഭവിച്ചത്. ദേ, ഇനി അങ്ങനെ ഒന്നും സംഭവിക്കില്ല മോളെ. വേണ്ട, അപ്പച്ചി എന്തൊക്കെ പറഞ്ഞാലും മനോജിനെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹ ബന്ധത്തിന് ഞാൻ തയ്യാറല്ല. മാനത്തെ കൊട്ടാരം